തെച്ചിക്കോട് രാമേന്ദ്രൻ എന്ന ആനയെ അറിയാത്ത ആനപ്രേമികളില്ല. തെച്ചിക്കോട് രാമേന്ദ്രൻ തലയെടുപ്പും അതുപോലെ തന്നെ അത് തിരമ്പെഴുന്നിച്ച് കഴിഞ്ഞാൽ ആ ആനയുടെ സൗന്ദര്യവും എല്ലാം ധാരാളം ആളുകൾ വർണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെച്ചിക്കോട് രാമേന്ദ്രൻ ഇല്ലാതെ ഒരു ഉത്സവം എന്നത് പലർക്കും ചിന്തിക്കാനാവാത്ത കാര്യമായിരുന്നു. പക്ഷെ അതേസമയം തന്നെ തെച്ചിക്കോട് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആനയുടെ ഇടത്തെ കണ്ണ് കാഴ്ചയില്ലാത്ത നിലയിലാണ്. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ധാരണയില്ല. അത് എഴുന്നള്ളിപ്പിന് കൂടെ വന്നൊരു ആനയുടെ കുത്തേറ്റാണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന മർദ്ദനമേറ്റാണെന്ന് പറയുന്നുണ്ട്. ആ രീതിയിൽ കണ്ണിൽ ഒരു കണ്ണിന് കാഴ്ചയില്ലാതെ പുറംകാലിൽ വ്രണവുമായിട്ടൊക്കെയുള്ള ഒരു ആനയായിരുന്നു ഈ തെച്ചിക്കോട് രാമേന്ദ്രൻ. അവൻ്റെ തലയെടുപ്പ് തന്നെയാണ് അവൻ ഏറ്റവും വലിയ വിനയായി മാറിയത്. ഈ തലയെടുപ്പിൻ്റെയും ഉത്സവമേളങ്ങളുടെയും ഇടയിൽ നമ്മൾ കാണാതെ പോകുന്നത് ഇത്തരത്തിലുള്ള പാവം ജീവികളുടെ, ഈ ആനകളെന്ന് പറയുന്ന ഈ സാധുമൃഗങ്ങളുടെ, സസ്യഭുക്കുകളായ സാധുമൃഗങ്ങളുടെ അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനയും കണ്ണീരുമാണ്. കേരളത്തിൽ ആനകളും മനുഷ്യരുമായിട്ടുള്ള ബന്ധം ആരംഭിച്ചിട്ട് അനേക നൂറ്റാണ്ടുകളായി. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ഈ ആനകളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം വളരെ വർഷങ്ങൾ പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാര്യമാണ്. ഈ കഴിഞ്ഞ 10 മാസമായി നിങ്ങൾ തവണകൾ മുഴുവൻ മുടക്കിയിരിക്കുകയാണ്. എന്താ ശരിയല്ലേ? ശരിയാണ്. എന്നാൽ നിങ്ങൾ വാങ്ങിയ ശ്രീവിദ്യ എന്ന ഈ ജംഗമ വസ്തുവിനെ ഒന്നായി ജപ്തി ചെയ്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടാൻ ഇതിനാൽ ഉത്തരവാകുന്നു. ജപ്തി നടക്കട്ടെ. जाओ बेटी, जाओ जाओ बेटी. എന്നാൽ ഇന്ന് മനുഷ്യർ വളരെയധികം പുതിയ കാര്യങ്ങൾ ചെയ്യും, അതുപോലെ തന്നെ പുതിയ വിഷയങ്ങളിലേക്ക് വരികയും ചെയ്യുമ്പോഴും ഈ തിരക്കേറിയ ലോകത്ത്, ചുരുങ്ങി വരുന്ന ലോകത്ത് ഈ ആനകൾ മനുഷ്യരുടെ ഇടയിൽ തന്നെ ഉണ്ട്. പക്ഷേ ദിവസം ചെല്ലുന്തോറും ആനകളുടെ ജീവിതം ദുസ്സഹമായി മാറുകയാണ്. ആന എന്ന സാധുമൃഗം ഒരിക്കലും ഈ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിനും ശബ്ദത്തിനും ഇടയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയല്ല. വനത്തിൻ്റെ ശാന്തതയിൽ ജീവിക്കുന്ന ആന സത്യത്തിൽ ശാന്തതയുടെ പരമപ്രതീകമാണ്. കാരണം ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ല എന്നുള്ളത് തികച്ചും വാസ്തവമായ ഒരു പഴഞ്ചൊല്ലാണ്. കാരണം അത്ര ശക്തനായ ആന അതേസമയം വളരെ ശാന്തനായിട്ടാണ് പെരുമാറുന്നത്. ആ ആനയെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അതിൽ കാട്ടിൽ നിന്നുള്ള തടിപിടുത്തം മുതൽ, അതുപോലെ നമ്മളെ ഉത്സവങ്ങളുടെ എഴുന്നള്ളിപ്പ് മുതലായ കാര്യങ്ങൾക്കെല്ലാം ആനയെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ കാട്ടിൽ നിന്നുള്ള തടിയെടുപ്പൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആനകളെ ഉപയോഗിക്കുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള, അതുപോലെ തന്നെ മറ്റ് ഉത്സവങ്ങൾക്ക്, ആഘോഷങ്ങൾക്ക് എല്ലാം മുന്നിൽ നിൽക്കാനാണ് ആനയെ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾക്കറിയാം, ഈ വലിയ തിരക്കിലും അതുപോലെ തന്നെ വലിയ ശബ്ദകോലാഹലത്തിനിടയിൽ
നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവിയല്ല. അതിന് ഒരു പരിധിയിൽ കഴിഞ്ഞ ശബ്ദം കേൾക്കുമ്പോൾ പോലും വളരെയധികം വിഷമം അനുഭവിക്കുന്ന, ഈ വലിയ തിരക്കുകൾ വല്ലാതെ ഭയപ്പെടുന്ന ഒരു പാവം മൃഗമാണ് ആന. ഈ അടുത്ത ദിവസം കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഉത്തരവ് ഈ ആനകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ്. കാരണം വലിയ ആൾക്കൂട്ടത്തിനിടയിൽ അതിനിടയിൽ പെട്ടുകൊണ്ട് ഈ ആനപ്രേമികളുടെ എല്ലാവിധ പരിചരണങ്ങളും, ഈ ആനപ്രേമികളുടെ പരിചരണങ്ങളെല്ലാം തന്നെ ആനകൾക്ക് തികച്ചും ദുസ്സഹമാവുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ വലിയ തിരക്കിനും ഇടയിൽ ഭയപ്പെട്ടു നിൽക്കുന്ന ഈ ജീവി ഈ പറയുന്ന തരത്തിലുള്ള ഈ അവരുടെ ആരാധകരുടെ സ്നേഹപ്രകടനങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയല്ല. കേരളത്തിൽ ഈ ആനകളെ ഇന്ന് ഉപയോഗിക്കുന്നത് അതിൽ നിന്നുള്ള സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കിയാണ്. നേരത്തെ ഉള്ളതുപോലെ നമുക്ക് ആനകളെ ഒരു അന്തസ്സിനായി വളർത്തുകയും അത് അവനവൻ്റെ അഭിജാത്യം കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ധാരാളം ആനകളെ വളർത്തിയിരുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. ഇന്ന് ആനകളെ വളർത്തുന്നത് ആനകളെ ഇവിടെ നിന്നുള്ള സാമ്പത്തിക ലാഭം, അതായത് ഉത്സവ സീസണിൽ ഉത്സവങ്ങൾക്കും അല്ലാത്ത സീസണിൽ തടി പിടിക്കാനുമൊക്കെ പറഞ്ഞയച്ചിട്ട് അതിൽ നിന്നിട്ടുള്ള സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ചാണ് ആനകളെ ഇന്ന് ആളുകൾ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും. അതിനാൽ തന്നെ ആനകൾക്ക് അവരുടെ ജീവിതകാലത്ത് അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ വളരെ കൂടുതലാണ്. ഈ അടുത്ത ദിവസമുണ്ടായിട്ടുള്ള ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ആനകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരം തന്നെയാണ്. കാരണം ഇപ്പോഴുള്ള വിധിന്യായം അനുസരിച്ചിട്ട് ചുരുങ്ങിയത് 8 മീറ്ററെങ്കിലും അകലത്തിൽ മാത്രമേ ഈ ആളുകളും വെടിക്കെട്ടുകാരും ആനകളിൽ നിന്ന് മാറി നിൽക്കണം. അതുപോലെ ഓരോ ആനകളും തമ്മിൽ 3 മീറ്ററെങ്കിലും ഡിസ്റ്റൻസിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അതുപോലെ രാവിലെ 9 മണി മുതൽ 5 മണി വരെ ഈ ആനകളിലെ റോഡിലൂടെ നടത്തി കൊണ്ടുപോകരുത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ ആനകളുടെ പാദം ഒരിക്കലും നമ്മുടെ താറിട്ട റോഡിലെ തിളക്കുന്ന വെയിലിൽ ചവിട്ടി നടക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല. കാട്ടിലെ തണുപ്പിലും അതുപോലെ തന്നെ പുല്ലിലും ചവിട്ടി നടക്കേണ്ട ആനകൾ ഈ താറിട്ട റോഡിൽ നട്ടുച്ച വെയിലത്ത് നടക്കുമ്പോൾ ഇത് നമുക്ക് സാധിക്കില്ല. നമ്മളും പരീക്ഷിച്ച് നോക്കിയാൽ അറിയാവുന്നതാണ്. ഈ നട്ടുച്ച വെയിലത്ത് നമ്മൾ എരിപ്പിടാതെ ആ റോഡിലൂടെ നടന്ന എത്ര ദൂരം നമുക്ക് നടക്കാൻ സാധിക്കും? ഈ ആനകൾക്ക് ഈ വെയിലത്ത് നടന്നു പോകുമ്പോൾ അതിൻ്റെ കാൽപാദങ്ങൾ ചുട്ടുകൊള്ളും. അതുപോലെ ഈ എഴുന്നള്ളത്തുകളും ഉത്സവങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്ന സമയത്ത് ആ വെടിക്കെട്ടിൻ്റെയും ആ ശബ്ദകോലാഹലത്തിൻ്റെയും നടുവിൽ ഭയപ്പെട്ടാണ് ഈ ആനകൾ നിൽക്കുന്നത്. അത്തരത്തിൽ കാട്ടിൽ അതുപോലെ തടിയെടുക്കാൻ പോകുന്നത്, മറ്റ് ജോലികൾക്ക് പോകുമ്പോഴെല്ലാം ഏത് ആനകളുടെയും പിറകിൽ, കാലിൻ്റെ പിറകിൽ വ്രണങ്ങളില്ലാത്ത ആനകളില്ല, ചെവിക്ക് പുറകിൽ വ്രണങ്ങളില്ലാത്ത ആനകളില്ല. ഈ ആനകളെല്ലാം തന്നെ ഈ രീതിയിൽ ഭയപ്പെടുത്തി അതിനെ നിയന്ത്രിച്ച് നിർത്തിയിട്ടാണ് ഈ ജോലികൾ മുഴുവൻ ചെയ്യിക്കുന്നത്. ആനകളോട് കാണിക്കുന്നത് വലിയൊരു ക്രൂരതയാണ്. ആ ക്രൂരതയ്ക്ക് തടയിടാൻ ഇപ്പോഴത്തെ കേരള ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിന്യായം, ഹൈക്കോടതിയുടെ വിധിന്യായം വളരെയധികം സഹായകരമാവും. ഈ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ഈ ആനകൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ സമാധാനം ഉണ്ടാവും. കാരണം പകൽ സമയങ്ങളിൽ റോഡിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നത്, അതുപോലെ രാത്രി സമയങ്ങളിൽ അർദ്ധരാത്രിക്ക് ശേഷം വാഹനങ്ങൾ അതിനെ കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ 30 കിലോമീറ്ററിലധികം ദൂരം ഒരു സമയത്ത് ഇതിനെ ഈ വാഹനത്തിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത്, കൊണ്ടുപോകുന്ന വാഹനത്തിലാണെന്നുണ്ടെങ്കിൽ 25 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ വാഹനം ഓടിക്കരുതെന്നുള്ളത്, ഇത്തരം നിബന്ധനകളെല്ലാം തന്നെ നിലവിലുള്ള നാട്ടാനകളുടെ
കുറേ കൂടി സുഗമമായ ജീവിതത്തിന് ഇത് അവസരമൊരുക്കും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാനാവുന്നത്. അതുപോലെ കൃത്യമായിട്ട് സർക്കാർ വെറ്റിനറി സർജൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കുക, ആവശ്യമായിട്ടുള്ള പരിഗണന നൽകുക, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ വിധിന്യായത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. അതായത് 2012 ആനപരിപാലന ചട്ടത്തിലെ മാർഗരേഖകൾ കൃത്യമായിട്ട് പാലിക്കണമെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ആനയുടെ ആരാധകർ, ആനഭ്രാന്തന്മാരെന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് മനുഷ്യനെ പോലുള്ളൊരു ജീവിയാണ്, അതിന് അവാർഡ് കൊടുക്കുമ്പോഴും അതിൻ്റെ തലയിൽ മാലയിട്ട് കൊടുക്കുമ്പോഴും ഒക്കെ അത് വലിയ സന്തോഷമായിട്ട് നിൽക്കുകയാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയല്ല ആന. അങ്ങനെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ജീവിക്കാം, അത് ഏത് രീതിയിൽ ജീവിക്കാൻ. മുൻകാലത്തൊക്കെ വെറുതെ ഒരു പൊങ്ങച്ചത്തിൻ്റെ പേരിൽ ആനകളെ വാങ്ങുകയും അതുപോലെ തന്നെ ആനകളെ പോറ്റുകയും ആനകളോട് അവരൊക്കെ വ്യക്തിപരമായിട്ട് ആനകളുമായിട്ട് വളരെ അടുത്ത സൗഹൃദം ഒക്കെ ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. ആ രീതിയിൽ ആ കാലത്തായിരുന്നെങ്കിൽ ആനകൾക്ക് അത്ര വലിയ കുഴപ്പമില്ല. ആനകൾക്ക് ഭക്ഷണം കിട്ടുന്നു, ആനകൾക്ക് പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല, ആനകൾ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന കാലങ്ങളുണ്ട്. ആ കാലമൊക്കെ പോയി. അതിനുശേഷം ഇപ്പോഴത്തെ ആനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകൾ സകല ദുരിതവും അനുഭവിച്ചുകൊണ്ട് ഈ പട്ടണത്തിൻ്റെ തിരക്കിൻ്റെ നടുവിലാണ് ആനകൾ ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ ഒരു തരത്തിലും സന്നദ്ധരായിട്ടുള്ള ആളുകളല്ല ആനകൾ. അതുകൊണ്ട് തന്നെ ഈ ആനപ്രേമികളുടെ മനസ്സിലുള്ള ഒരു കാലഘട്ടം പണ്ടെങ്ങാണ്ട് കഴിഞ്ഞു പോയൊരു കാലഘട്ടമാണ്. ആ കഴിഞ്ഞ കാലഘട്ടത്തിലെ മനസ്സുമായിട്ടാണ് ആനപ്രേമികൾ ഇപ്പോഴും ഈ തിരക്കിനിടയിൽ ഈ ആനകളെ ആരാധന കൊണ്ട് ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആനകൾ ഇത്തരത്തിലുള്ളൊരു ജീവിത സാഹചര്യത്തിന് സന്നദ്ധമായിട്ടുള്ള ജീവികളല്ല. ആ സാധു ജീവികളെ വെറുതെ വിടുക, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ധാരാളം പുല്ലും വെള്ളവും, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാട്ടാന ശല്യം എന്ന് പറയും. കാട്ടാന ശല്യം വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? കാട്ടിൽ അവർക്ക് ആവശ്യത്തിന് പുല്ലും വെള്ളവും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അവർക്കുള്ള ഭക്ഷണം അവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആനയും നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടുത്തെ നമ്മുടെ റേഷനരി തിന്നാൻ വരില്ല. നമ്മുടെ നാട്ടിൽ വന്ന് റേഷൻ കട കുത്തി തുറന്ന് റേഷനരി കഴിക്കുന്ന ആ ആനയുടെ ഗതികേടാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം അതിന് ഭക്ഷണം കിട്ടാതെ, അതിന് കാട്ടിൽ കിട്ടാവുന്ന, അതിന് കൂടിയ ഭക്ഷണമൊന്നും വേണ്ട, അതിന് വേണ്ടത് വെറും പുല്ലും അതുപോലെ തന്നെ അവന് കുടിക്കാനുള്ള വെള്ളവും ഉണ്ടെങ്കിൽ അത് സന്തോഷമായിട്ട് കാട്ടിൽ കഴിയുന്നൊരു ജീവിയാണ്. ഇത് ഗതിയില്ലാതെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇക്കാര്യങ്ങൾ കാട്ടിലാണ് ഉറപ്പ് വരുത്തേണ്ടത്. അത് പിന്നീട് അത് നാട്ടാനകളായിട്ട് മാറും. നാട്ടാനകളുടെ കാര്യവും വലിയ ഗതികേടിലാണ്, കാട്ടാനകളുടെ കാര്യവും ഗതികേടിലാണ്. അപ്പോൾ മനുഷ്യരുടെ കാര്യം ഗതികേടില്ലെന്ന് വെച്ചാൽ മനുഷ്യരുടെ കാര്യവും ഗതികേടിലാണ്. പക്ഷേ ഈ കാര്യങ്ങളിൽ നമ്മൾ വ്യക്തമായ ഒരു ദിശയോടുകൂടി മുന്നോട്ട് പോകാൻ, ഇപ്പം നാട്ടാനകളുടെ കാര്യത്തിലെങ്കിലും ഈ അടുത്ത ദിവസം ഉണ്ടായിട്ടുള്ള കേരള ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഫലപ്രദമാണ് എന്ന് നമ്മൾ കാണണം. ആ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി ഈ നാട്ടാനകൾക്ക് കുറേ കൂടി സ്വൈര്യവും സമാധാനവും ഉണ്ടാവും എന്നാണ് കരുതുന്നത്.